വിനായക ചതുർത്ഥി ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി ദിവസത്തിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് വിനായക ചതുർത്ഥി അഥവാ ഗണേശ ചതുർത്ഥി. ഹിന്ദുക്കളുടെ പ്രധാന ആരാധനാമൂർത്തികളിലൊരാളായ ഗണപതിയുടെ ജന്മദിനമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മഹാരാഷ്ട്രയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമായിരുന്നു പണ്ട് ഇത് ഏറ്റവുമധികം ആഘോഷിക്കപ്പെട്ടിരുന്നത്. എന്നാൽ കേരളത്തിലെ ഗണപതി ക്ഷേത്രങ്ങളിൽ ഇത് വളരെ പ്രാധാന്യത്തോടെയാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. ചില ക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം ആനയെ പൂജിക്കുകയും ആനയൂട്ട് നടത്തുകയും ചെയ്യുന്നു. കേരളത്തിലും മഹാരാഷ്ട്രയിലുള്ളതുപോലെ ആചാരങ്ങൾ പതുക്കെ പ്രചാരത്തിലാകുന്നുണ്ട്. തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലുമെല്ലാം വലിയ ഉത്സവമായാണ് വിനായക ചതുർത്ഥി കൊണ്ടാടുന്നത്. ഇപ്പോൾ കേരളത്തിലും വിനായക ചതുർത്ഥി ആഘോഷിക്കുമ്പോൾ ഗണപതി വിഗ്രഹങ്ങൾ പ്രത്യേക അനുഷ്ഠാനങ്ങളോടെ പ്രതിഷ്ഠിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു. ഗണപതി പൂജയ്ക്കായി താമരയും കറുകപ്പുല്ലും വിശേഷ വിധികളോടെ ഉപയോഗിക്കുന്ന ഈ ദിവസത്തിൽ മോദകം എന്ന മധുര പലഹാരം പ്രത്യേക പൂജകളോടെ തയ്യാർ ചെയ്ത് ഗണപതിക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങളാണ് സാധാരണ പൂജയ്ക്കിരുത്തുക. പ്രകൃതിയിലെ മറ്റ് വസ്തുക്കളും ഇത്തരം വിഗ്രഹ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. രാവിലെ പൂജയ്ക്ക് ശേഷം അതേ ദിവസം തന്നെ വൈകിട്ടോ അല്ലെങ്കിൽ 3-ാം ദിവസം, 5-ാം ദിവസം, 7-ാം ദിവസം, 9-ാം ദിവസം എന്നിങ്ങനെ ഈ വിഗ്രഹങ്ങൾ ജലത്തിൽ നിമജ്ജനം ചെയ്യപ്പെടുന്നു. ഘോഷയാത്രകളും പാട്ടും തുടങ്ങി വലിയ ചടങ്ങുകളോടെയാണ് നിമജ്ജനം നടക്കപ്പെടുന്നത്. ഗണപതി വിഗ്രഹങ്ങൾ പുഴയിലോ കടലിലോ ഒഴുക്കുന്നതോടെ ആഘോഷങ്ങൾ സമാപിക്കുകയും ചെയ്യുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ആചാരം കൂടിയാണ് വിനായക ചതുർത്ഥി. പുതിയ തുടക്കങ്ങളുടെ ദൈവമായും തടസ്സങ്ങളെ നീക്കുന്നവനായും ജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയും ദൈവമായും ഗണേശനെ ആഘോഷിക്കുന്ന ഒരു ഉത്സവവും കൂടിയാണ് വിനായക ചതുർത്ഥി. ഈ വിനായക ചതുർത്ഥിയുടെ ഉത്ഭവം അജ്ഞാതമായി തുടരുന്നുവെങ്കിലും 1893 മഹാരാഷ്ട്രയിൽ പ്രമുഖ കൊളോണിയൽ വിരുദ്ധ സ്വാതന്ത്ര്യ സമര സേനാനി ലോകമാന്യ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച ഒരു പൊതു ആഘോഷത്തിന് ശേഷം ഇത് കൂടുതൽ പ്രചാരത്തിലായി. ഒരു ഹിന്ദു ദേശീയ സ്വത്വം രൂപപ്പെടുത്തുന്നതിനും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ മത്സരിക്കുന്നതിനുമുള്ള ഒരു മാർഗമായിരുന്നു ഇത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 22-നും സെപ്റ്റംബർ 20-നുമിടയിലാണ് ഈ ഗണേശ ചതുർത്ഥി വരാറുള്ളത്. ഹിന്ദുമതത്തിൽ ആനത്തലയുള്ള ദേവന്റെ ജനനത്തെ അടയാളപ്പെടുത്തുന്ന 10 ദിവസത്തെ ഉത്സവമായും ഗണേശ ചതുർത്ഥി അറിയപ്പെടുന്നു. സമൃദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും ദേവനാണ് ഗണേശൻ. ഉത്സവത്തിന്റെ തുടക്കത്തിൽ വീടുകളിലോ മനോഹരമായി അലങ്കരിച്ച തുറസായ കൂടാരങ്ങളിലോ ഗണേശ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുന്നു. തുടർന്ന് ഈ വിഗ്രഹത്തെ ആരാധിക്കുകയും വിനായക ശ്ലോകങ്ങളുടെ ആലാപനം നടത്തുകയും ഈ ആലാപനങ്ങൾക്കിടയിൽ വിഗ്രഹങ്ങളിൽ ചുവന്ന ചന്ദനക്കുഴലും മഞ്ഞയും ചുവപ്പും നിറങ്ങളിലുള്ള പൂക്കളും ഉപയോഗിച്ച് അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. തേങ്ങ, ശർക്കര തുടങ്ങിയ ഗണേശന്റെ പ്രിയപ്പെട്ട ഭക്ഷണമായി കണക്കാക്കപ്പെടുന്ന 21 മോദകങ്ങൾ ഗണേശന് സമർപ്പിക്കുകയും ചെയ്യുന്നു. ഉത്സവത്തിന്റെ സമാപനത്തിൽ വിഗ്രഹങ്ങൾ വലിയ ഘോഷയാത്രകളായി ഭക്തിഗാനങ്ങൾ, നൃത്തങ്ങൾ, ഡ്രം ബീറ്റുകൾ എന്നിവയുടെ അകമ്പടിയോടെ പ്രാദേശിക നദികളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അവ നിമജ്ജനം ചെയ്യപ്പെടുന്നു. ഗണേശൻ തന്റെ മാതാപിതാക്കളായ ശിവന്റെയും പാർവതിയുടെയും വാസസ്ഥലമായ കൈലാസപർവ്വതത്തിലേക്കുള്ള യാത്രയെ പ്രകീർത്തിപ്പെടുത്തുന്ന ഒരു ആചാരം കൂടിയാണ് ഇത്. ഇതോടുകൂടി ഈ ആചാരം അവസാനിക്കുകയും ചെയ്യുന്നു. ഏവർക്കും പുണ്യപൈതൃകത്തിന്റെ നന്ദി.